ततो दग्धासो अपरीतास उद्भिदः देवानो यथा सतमिवृते असन्न प्रायुवो रक्षितारो दिवे दिवे. ശ്രീ പ്രീതാജിയും ശ്രീ കൃഷ്ണജിയും നമ്മുടെ കാലഘട്ടത്തിലെ ആത്മീയ നേതാക്കളും യോഗികളും തത്വചിന്തകരുമാണ്. ശ്രീ പ്രീതാജിയും ശ്രീ കൃഷ്ണജിയും ചേർന്ന് ഏകത്തിന്റെ സഹനിർമ്മാണം നിർവഹിച്ചു. ഈ അലൗകിക ശക്തി കേന്ദ്രം ചെന്നൈക്കും തിരുപ്പതിക്കുമിടയിൽ സ്ഥാപിതമാണ്. ലോകപ്രശസ്തരായ നേതാക്കൾ ഏകത്തിൽ വന്ന് അവരിൽ നിന്ന് പഠിക്കുകയും അവരുടെ സാന്നിധ്യത്തിൽ ധ്യാനിക്കുകയും ചെയ്യുന്നു. ലോകത്തെ 100-ലധികം രാജ്യങ്ങളിൽ അവരുടെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. 11-ാം ഇളം വയസ്സിൽ ശ്രീകൃഷ്ണജിക്ക് പ്രബുദ്ധതയുടെയും ഭഗവത് സാക്ഷാത്കാരത്തിന്റെയും ആദ്യത്തെ അനുഭവമുണ്ടായി. ആളുകൾ ശ്രീകൃഷ്ണജിയോടൊപ്പം ധ്യാനിക്കുമ്പോൾ ദീർഘകാലത്തോളം മനസ്സിലുണ്ടായിരുന്ന മുറിവുകൾ മായുകയും ഉത്കണ്ഠകൾ ഇല്ലാതാവുകയും ഉയർന്ന ബോധാവസ്ഥ അനുഭവപ്പെടുകയും ചെയ്യുന്നു. ശ്രീ പ്രീതാജിയുടെ സാന്നിധ്യം സാധകരുടെ ഹൃദയത്തെ സ്നേഹത്തിനും അനുകമ്പയ്ക്കും സ്വമേധയാ അളവറ്റതാക്കുന്നു. അവരിൽ നിന്ന് ശിക്ഷണം സ്വീകരിക്കുന്നത് നിരവധി ജീവിതകാലങ്ങളുടെ അനുഗ്രഹമാണ്. അവരുടെ മകളായ ലോകയ്ക്കൊപ്പം അവർ 2 വലിയ ചാരിറ്റികൾ നടത്തുന്നു. വേൾഡ് യൂത്ത് ചേഞ്ച് മേക്കേഴ്സ്. ഇത് ഇന്ത്യയിലെയും ലോകമെമ്പാടുമുള്ള സ്കൂളുകളിലും കോളേജുകളിലും സൗജന്യ പരിവർത്തന വിദ്യാഭ്യാസം വാഗ്ദാനം ചെയ്യുന്നു. കൂടാതെ വൺ ഹ്യൂമാനിറ്റി കെയർ ഏകത്തിന് ചുറ്റുമുള്ള 1000 ഗ്രാമങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി പ്രവർത്തിക്കുന്നു. Happy Onam to all the people of Kerala, in whichever part of the world you may be. This Onam, I want you to remember 3 important spiritual lessons. First one, do not allow the challenging circumstances around you to pull you down. Onam is a reminder to fill your consciousness with abundance. When you feel abundant within, abundance will flow into your life. Yad bhavam tad bhavati. Second one, let Onam also remind you to be joyful givers of help to others. You are not remembered for how much you hold. You are only remembered for how much you gave others in need. Be it your wealth, be it your love, be it your time. Third one, you are children born in the lap of Mother Nature. So protect her like your own mother, and she will protect you and nurture you. So once again, ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണം ആശംസകൾ. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നിങ്ങൾ ഈ ഓണത്തിന് പ്രധാനപ്പെട്ട 3 ആത്മീയ പാഠങ്ങൾ ഓർക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ചുറ്റുമുള്ള വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങൾ ഒരിക്കലും നിങ്ങളെ തളർത്തുവാൻ അനുവദിക്കരുത്. നിങ്ങളുടെ ചൈതന്യത്തെ സമൃദ്ധി കൊണ്ട് നിറയ്ക്കുവാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓണം. ഉള്ളിൽ സമൃദ്ധി നിറയുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിലേക്കും സമൃദ്ധിയായി ഒഴുകുന്നു. യദ്ഭാവം തദ്ഭവതി. മറ്റുള്ളവർക്ക് സന്തോഷപൂർവ്വം സഹായം നൽകുന്നവരാകാനും ഓണം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ എത്രമാത്രം കൈവശം വെച്ചിട്ടുണ്ട് എന്നതിന് നിങ്ങളെ ആരും ഓർക്കുന്നില്ല. എന്നാൽ നിങ്ങൾ ആവശ്യമുള്ളവർക്ക് എത്രമാത്രം നൽകുന്നു എന്നതിന് മാത്രമേ നിങ്ങളെ ഓർമ്മിക്കൂ. അത് നിങ്ങളുടെ സമ്പത്തായിരിക്കാം, സ്നേഹമായിരിക്കാം, സമയമായിരിക്കാം. നിങ്ങൾ പ്രകൃതി മാതാവിന്റെ മടിയിൽ ജനിച്ച കുട്ടികളാണ്. അതിനാൽ അവരെ നിങ്ങളുടെ സ്വന്തം മാതാവിനെ പോലെ സംരക്ഷിക്കുക. അങ്ങനെ അവരും നിങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി ഏവർക്കും എൻ്റെ ഓണാശംസകൾ. Namaste. Yesterday, a businessman walked into my room. He had seen lots of success. He was also tasting some bitter failure of late. He came to me trying to understand
why life had taken such a strange turn. He asked if his life circumstances were the result of the misdeeds of his previous lives, or if God was angry with him and was punishing him. Have you ever asked such a question? Not casually and in passing, but seriously. Most people underestimate the impact of their philosophical understanding on life. Defective understanding can lead to painful circumstances. Right understanding can lead to a joyful life, because life flows in the direction of your dominant perception. Let me explain this in a very simple way. Have you ever pondered the question, why? Why did you marry the person you did? Why was this child born to you? Why were you born to these parents? Why did that enterprise never take off? Why this particular health problem? The answer you give this why is going to give direction to the future sequence of events that will unfold. There are 4 answers which humanity has arrived at through time. The first is fate. The second is sin. The third is chance. The fourth is karma. Let us look at each one of these. Fate is essentially a Greek idea. If you believe in fate, you will give in to the idea that the gods and goddesses have already decided how your life would unfold, to whom you will be born, what you will achieve, and how you will die. If you gave in to the idea of fate, you essentially become either stoic or disinterested in life because you have no role to play. The flow of life experiences would make you feel like driftwood that is being carried by a great current. Let us now talk of sin. Sin is essentially a Hebrew idea that flows into Judaism, Christianity, and Islam. If you believe in sin, you will see the troubles of your life as punishments given to you by God. According to the philosophical understanding of sin, God made some laws and rules or commandments on how human beings should live. If you broke those laws, you would have sinned, and God becomes angry with you and gives you punishment. If you happen to believe in the concept of sin, you would most likely try to live an externally righteous life, but inwardly live in guilt and fear of God's punishment. And because your life will move in the direction of your dominant perception, you will most likely experience problems every time you disobey the laws. The third philosophical view of why life unfolds the way it does is chance. If you subscribe to this view, you would see this entire universe as a random flow of events and occurrences, and all things that happen as accidents. Your birth is an accident, a chance. Your death as an accident, after which, poof, you're gone. If you gave into this view, you would either see life as an adventure or would be terrified of the unknown. Let us now talk of the Hindu concept of karma. Karma can be both good and bad. Let us today talk of bad karma. Bad karma is not given to you by any god. Karma has no agency. It is a universal law, like the law of motion, the law of gravity, or the laws of nature. Karma shows life as a series of causes coalescing to form consequences. According to the laws of karma, every intention, emotion, and action becomes a cause, and these causes in course of time bear effects. Like you plant a seed and in course of time it grows into a tree and bears many fruits of the same nature. If you planted a bitter neem seed
it will grow into a neem tree and bear neem fruit. If you planted a sweet mango seed, in course of time, it would grow into a mango tree, bear many sweet mango fruits. If you embrace the idea of karma as your way of perceiving life, you are prompted on the path of self-enquiry and self-reflection. Because the law of karma gives both responsibility to the individual for what unfolds in their life and also the power to change what would unfold in the future. So sit back and look at the flow of your life events. How do you see these events? ശ്രീകൃഷ്ണജി നമുക്ക് തന്ന ജ്ഞാനത്തിൻ്റെ സംക്ഷിപ്ത രൂപമാണ് ഇത്. ഇന്നലെ ഒരു ബിസിനസ്സുകാരൻ എൻ്റെ മുറിയിലേക്ക് കടന്നു വന്നു. അദ്ദേഹം ജീവിതത്തിൽ നിരവധി വിജയങ്ങൾ നേടിയിട്ടുണ്ടെങ്കിലും സമീപകാലത്ത് ചില കൈപ്പേറിയ പരാജയങ്ങളും അനുഭവിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഇത്ര വിചിത്രമായ വഴിത്തിരിവുണ്ടായതെന്ന് മനസ്സിലാക്കുവാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം എൻ്റെ അടുക്കലെത്തിയത്. തൻ്റെ ജീവിത സാഹചര്യങ്ങൾ താൻ മുൻജന്മത്തിൽ ചെയ്തുപോയ തെറ്റായ ചെയ്തികളുടെ ഫലമാണോ അതോ ദൈവം കുപിതനായി അവനെ ശിക്ഷിക്കുകയാണോ എന്നും അദ്ദേഹം എന്നോട് ചോദിച്ചു. നിങ്ങൾ എപ്പോഴെങ്കിലും അത്തരമൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? ആകസ്മികമായല്ല, മറിച്ച് ഗൗരവത്തോടുകൂടി. മിക്ക ആളുകളും അവരുടെ ജീവിതത്തിൽ തത്വചിന്താപരമായ തിരിച്ചറിവ് ചെലുത്തുന്ന സ്വാധീനത്തെ വില കുറച്ചു കാണുന്നു. അപൂർണമായ ധാരണകൾ വിഷമകരമായ സാഹചര്യങ്ങളിലേക്ക് നയിച്ചേക്കാം. ശരിയായ അറിവുകൾ സന്തോഷകരമായ ജീവിതത്തിലേക്ക് നയിക്കും. കാരണം നിങ്ങളുടെ പ്രബലമായ ധാരണകളുടെ ദിശയിലൂടെയാണ് ജീവിതം ഒഴുകുന്നത്. ഞാൻ ഇത് വളരെ ലളിതമായ രീതിയിൽ വിശദീകരിക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും എന്തുകൊണ്ട് എന്ന ചോദ്യം ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ജീവിത പങ്കാളിയെ വിവാഹം കഴിച്ചത്? എന്തുകൊണ്ടാണ് ഈ കുഞ്ഞ് നിങ്ങൾക്ക് ജനിച്ചത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ മാതാപിതാക്കൾക്ക് ജനിച്ചത്? എന്തുകൊണ്ടാണ് ആ സംരംഭം ഒരിക്കലും വിജയപ്രദമാകാഞ്ഞത്? എന്തുകൊണ്ടാണ് ഈ ആരോഗ്യ പ്രശ്നം? എന്തുകൊണ്ട് എന്ന ഈ ചോദ്യത്തിന് നിങ്ങൾ നൽകുന്ന ഉത്തരം നിങ്ങളുടെ ഭാവിയിൽ ചുരുളഴിയുവാൻ പോകുന്ന സംഭവ പരമ്പരകളുടെ ദിശയിലേക്ക് നിങ്ങളെ നയിക്കുന്നു. മനുഷ്യരാശി കാലാകാലങ്ങളായി എത്തിച്ചേരുന്ന 4 ഉത്തരങ്ങളുണ്ട്. ആദ്യത്തേത് വിധിയാണ്, രണ്ടാമത്തേത് പാപം, മൂന്നാമത്തേത് കർമ്മം, നാലാമത്തേത് യാദൃശ്ചികത. നമുക്ക് ഇവ ഓരോന്നായി നോക്കാം. വിധി എന്നത് അടിസ്ഥാനപരമായി ഒരു ഗ്രീക്ക് ആശയമാണ്. നിങ്ങൾ വിധിയിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയായിത്തീരുമെന്നും നിങ്ങൾ ആർക്കു ജനിക്കുമെന്നും നിങ്ങൾക്ക് എന്ത് നേട്ടം കൈവരുമെന്നും നിങ്ങൾ എങ്ങനെ മരിക്കുമെന്നും ദേവീദേവന്മാർ ഇതിനകം തന്നെ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുമെന്നും അഭിപ്രായമുള്ളവരായിരിക്കും. നിങ്ങൾ വിധി എന്ന ആശയം അംഗീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ അടിസ്ഥാനപരമായി ഒരു വിരക്തനോ അല്ലെങ്കിൽ ജീവിതത്തോട് താല്പര്യമില്ലാത്തവനോ ആയിത്തീരും. കാരണം ജീവിതത്തിൻ്റെ അരങ്ങിൽ നിങ്ങൾക്ക് യാതൊരു വേഷവുമില്ലാതെയായി മാറുന്നു. ജീവിതാനുഭവങ്ങളുടെ ശക്തമായ ഒഴുക്കിൽ പെട്ടുപോയ ഒരു പൊങ്ങുതടി പോലെ നിങ്ങൾക്ക് സ്വയം തോന്നും. ഇനി നമുക്ക് പാപത്തെക്കുറിച്ച് സംസാരിക്കാം. പാപം എന്നത് യഹൂദ മതത്തിലേക്കും ക്രിസ്തു മതത്തിലേക്കും ഇസ്ലാമിലേക്കും ഒരുപോലെ ഒഴുകുന്ന ഒരു യഹൂദ ആശയമാണ്. നിങ്ങൾ പാപത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകൾ ദൈവം നിങ്ങൾക്ക് നൽകുന്ന ശിക്ഷകളായി നിങ്ങൾ കാണും. പാപത്തെക്കുറിച്ചുള്ള തത്വചിന്താപരമായ ധാരണ അനുസരിച്ച് മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നതിന് ദൈവം ചില നിയമങ്ങളും ചട്ടങ്ങളും കൽപ്പനകളും നിർമ്മിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ നിയമങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് പാപമാണ്. ദൈവം നിങ്ങളോട് കോപിക്കുകയും നിങ്ങൾക്ക് ശിക്ഷ നൽകുകയും ചെയ്യും. നിങ്ങൾ പാപസങ്കല്പത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബാഹ്യജീവിതം മിക്കവാറും നീതിപൂർവകമായി നയിക്കാൻ ശ്രമിക്കുന്നതാണ്. എന്നാൽ ആന്തരികമായി കുറ്റബോധത്താലും ദൈവശിക്ഷയെ ഭയന്നുകൊണ്ടുമായിരിക്കും നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ പ്രബലമായ ധാരണാദിശയിൽ നീങ്ങുന്നതിനാൽ നിയമങ്ങൾ അനുസരിക്കാത്തപ്പോഴെല്ലാം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നതാണ്. ജീവിതം എന്തുകൊണ്ടാണ് ഇതുപോലെ വഴി തുറക്കുന്നത് എന്നതിൻ്റെ മൂന്നാമത്തെ ദാർശനിക വീക്ഷണമാണ് യാദൃശ്ചികത. നിങ്ങൾ ഈ കാഴ്ചപ്പാടിനോട് യോജിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പ്രപഞ്ചത്തെ മുഴുവനായും ആകസ്മികമായ സംഭവങ്ങളുടെയും വൃത്താന്തങ്ങളുടെയും ഒരു പ്രവാഹമായി കാണുന്നതാണ്. എല്ലാം യാദൃശ്ചികമായി സംഭവിക്കുന്നത് പോലെ. നിങ്ങളുടെ ജനനം ആകസ്മികമാണ്, ഒരു അപ്രതീക്ഷിതമായ കാര്യം, ഒരു അവസരം. നിങ്ങളുടെ മരണവും ആകസ്മികമാണ്. അതിനുശേഷം നിങ്ങൾ എന്ന കഥ അവസാനിക്കുകയാണ്. നിങ്ങൾ ഈ കാഴ്ചപ്പാടിനെ അംഗീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ജീവിതത്തെ സാഹസികമായി കാണും,
അല്ലെങ്കിൽ സർവ്വതിനെയും ഭയപ്പെടും. ഇനി നമുക്ക് ഹിന്ദു സങ്കല്പമായ കർമ്മത്തെക്കുറിച്ച് സംസാരിക്കാം. കർമ്മം നല്ലതും ചീത്തയുമാകാം. ഇന്നു നമുക്ക് മോശം കർമ്മത്തെക്കുറിച്ച് സംസാരിക്കാം. മോശമായ കർമ്മം ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്ന ഒന്നല്ല. കർമ്മത്തിന് പ്രതിനിധിത്വം എന്നൊന്നില്ല. അതൊരു പ്രപഞ്ച നിയമമാണ്. ചലന സിദ്ധാന്തങ്ങൾ, ഗുരുത്വാകർഷണ സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി നിയമങ്ങൾ എന്നിവ പോലെ കർമ്മം ജീവിതത്തെ കാണിക്കുന്നത് പരിണിതഫലങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങളുടെ ഒരു പരമ്പരയായിട്ടാണ്. കർമ്മസിദ്ധാന്തമനുസരിച്ച് ഓരോ ചിന്തയും വികാരവും പ്രവൃത്തിയും ഒരു കാരണമായി തീരുകയും കാലക്രമേണ ആ കാരണങ്ങൾക്ക് ഫലമുണ്ടാകുകയും ചെയ്യുന്നു. നിങ്ങൾ ഒരു വിത്ത് നട്ടുപിടിപ്പിക്കുന്നത് പോലെ അത് കാലക്രമേണ വളരുകയും ഒരു വൃക്ഷമായി മാറുകയും ഒരുപോലെ ഗുണമുള്ള ധാരാളം പഴങ്ങൾ കായ്ക്കുകയും ചെയ്യുന്നു. നിങ്ങൾ കൈപ്പേറിയ ആര്യവേപ്പിൻ്റെ വിത്ത് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ അത് ഒരു വൃക്ഷമായി വളരും. അതിൽ വേപ്പ് കായ്ക്കുകയും ചെയ്യും. നിങ്ങൾ ഒരു മധുരമുള്ള മാങ്ങയുടെ അണ്ടി നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ കാലക്രമേണ അതൊരു മാവായി വളരുകയും ധാരാളം മധുരമുള്ള മാമ്പഴങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തെ മനസ്സിലാക്കുന്നതിനുള്ള മാർഗമായി കർമ്മം എന്ന ആശയം നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആത്മപരിശോധനയുടെയും ആത്മപ്രതിഫലനത്തിൻ്റെയും പാതയിലേക്ക് അത് നിങ്ങളെ പ്രേരിപ്പിക്കും. കാരണം കർമ്മസിദ്ധാന്തം ഒരു വ്യക്തിക്ക് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്വവും ചുരുളഴിയുന്ന ഭാവിയെ മാറ്റുവാനുള്ള ശക്തിയും നൽകുന്നു. അതിനാൽ നിങ്ങളുടെ ജീവിതാനുഭവങ്ങളുടെ ഒഴുക്ക് ശ്രദ്ധിക്കുക. ഈ സംഭവങ്ങളെ നിങ്ങൾ എങ്ങനെ കാണുന്നു? നമുക്കിന്ന് നമ്മുടെ ഹൃദയത്തിൽ കൃതജ്ഞത ഉണർത്താം. ഒരു സുഖപ്രദമായ സ്ഥിതിയിൽ ഇരിക്കുക. നിങ്ങളുടെ കൈപ്പത്തികൾ തുടകൾക്ക് മുകളിൽ വയ്ക്കുക. മൃദുവായി കണ്ണുകൾ അടച്ചുകൊണ്ട് ഒരു പിഞ്ചു പൈതൽ ഉറക്കത്തിൽ ചിരിക്കുന്നത് പോലെ ഒരു പുഞ്ചിരി നിങ്ങളിൽ വിരിയട്ടെ. സാവകാശം ആഴത്തിൽ ശ്വസിച്ചുകൊണ്ട് കൂടുതൽ സാവകാശം നിശ്വസിക്കുക. ശ്വാസം മന്ദഗതിയിലാകുമ്പോൾ നിങ്ങൾ ഉടൻ തന്നെ റിലാക്സ് ആവുന്നതാണ്. കുഞ്ഞായിരിക്കുമ്പോൾ നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തിയെ മനസ്സിൽ കാണുക. അത് നിങ്ങളുടെ മാതാപിതാക്കളോ നിങ്ങളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ അയൽവാസികളോ ആകാം. അവർ തന്ന സ്നേഹത്തെ കണക്ട് ചെയ്ത് അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് സമ്മാനിച്ചതിൽ നിങ്ങളുടെ ഉള്ളിൽ അവരോടുള്ള കൃതജ്ഞത ഉണർത്തുക. അവർ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായതിൽ അവരോട് നന്ദി പറയുകയും അവർക്ക് നല്ലത് ഭവിക്കുവാൻ ആശീർവദിക്കുകയും ചെയ്യുക. ഇപ്പോൾ നിങ്ങളെ ഒരു നല്ല മനുഷ്യനാകുവാൻ നിങ്ങൾക്ക് പ്രചോദനമായ ഒരു വ്യക്തിയെ മനസ്സിൽ കാണുക. അവർ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായതിൽ നന്ദി പറയുകയും അവർക്ക് നല്ലത് ഭവിക്കുവാൻ ആശീർവദിക്കുകയും ചെയ്യുക.
ഇപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിനും സാന്നിധ്യത്തിനും വേണ്ടി ദാഹിക്കുന്ന ഒരാളെ മനസ്സിൽ കാണുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതിന് അവരോട് നന്ദി പറയുക. അവരെയും നല്ലതു മാത്രം ഭവിക്കുവാൻ ആശീർവദിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്കും സമൃദ്ധിക്കും താങ്ങായും കൂട്ടായും നിൽക്കുന്ന ഒരാളെ മനസ്സിൽ കാണുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതിന് അവരോട് നന്ദി പറയുക. അവർക്ക് നല്ലതു മാത്രം ഭവിക്കുവാൻ ആശീർവദിക്കുക. ഇപ്പോൾ നിങ്ങളെ നെഞ്ചിലേറ്റിയ ഭൂമാതാവിനോട് നന്ദി പറയുക. നിങ്ങൾക്ക് ഈ ജന്മം നൽകിയതിന് നന്ദി പറയുകയും ആ അമ്മയുടെ എല്ലാ ജീവജാലങ്ങൾക്കും നല്ലത് ഭവിക്കുവാൻ ആശീർവദിക്കുകയും ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ കാണുക. നിങ്ങളെ എത്രയോ തവണ സംരക്ഷിച്ചതും അനുഗ്രഹിച്ചതും ഓർക്കുക. ആ ഈശ്വരനോട് നന്ദി പറയുക. എപ്പോഴും കൂടെയുണ്ടാകുവാൻ അപേക്ഷിക്കുക. നിങ്ങൾ തയ്യാറാകുമ്പോൾ കണ്ണുകൾ തുറക്കാവുന്നതാണ്. ജീവിതത്തിൽ ഒരു അത്ഭുതമല്ലാത്തതായി എന്താണുള്ളതെന്ന് പറയൂ. നമ്മൾ 2 കാലുകളിൽ നടക്കുന്നത് തന്നെ ഒരു അത്ഭുതമാണ്. നിങ്ങളുടെ കണ്ണുകൾ വെറുതെ തുറക്കുമ്പോൾ നിറങ്ങളുടെ ലോകം കാണാൻ കഴിയുന്നതും ഒരു അത്ഭുതമാണ്. നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വ്യക്തി നിങ്ങളെ അവരുടെ കരങ്ങളാൽ ചേർത്ത് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ആ വലിയ ആന്തരികമായ ശക്തി ഒരു അത്ഭുതമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴും ജീവിതത്തിലെ ലളിതമായ ആനന്ദങ്ങളോട് പുഞ്ചിരിക്കുവാൻ സാധിക്കുന്നു എന്നതും ഒരു അത്ഭുതമാണ്. ജീവിതം തന്നെ ഒരു അത്ഭുതമാണ്. ഇത് ഭഗവാന്റെ പരമോന്നതമായ കലാസൃഷ്ടിയാണ്. എന്നിരുന്നാലും കൂടുതൽ കൂടുതൽ അത്ഭുതങ്ങൾ നമുക്ക് വേണം. കൂടുതൽ സ്നേഹത്തിന്റെയും സമൃദ്ധിയുടെയും ആരോഗ്യത്തിന്റെയും ബുദ്ധിയുടെയും അത്ഭുതങ്ങൾ വേണം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലും ഒരു അത്ഭുതം ഉണ്ടാകുമോ? തീർച്ചയായും അത്ഭുത സാക്ഷാത്കാരം സാധ്യമാണ്. എന്റെ പ്രോസസ്സുകൾക്കിടയിൽ മെഡിക്കൽ സയൻസ് വർഷങ്ങളായി വന്ധ്യത പ്രഖ്യാപിച്ച ദമ്പതിമാർ ഗർഭം ധരിക്കുകയും ആരോഗ്യമുള്ള കുട്ടികൾക്ക് ജന്മം നൽകുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വർഷങ്ങളായി രോഗവും വിഷാദവും ബാധിച്ച് കിടപ്പിലായി കഴിഞ്ഞിരുന്ന ആളുകൾ വീണ്ടും ജീവിതത്തിലേക്ക് ഊർജ്ജസ്വലതയോടും അഭിനിവേശത്തോടെയും തിരിച്ചു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തകർച്ചയുടെ വക്കിലെത്തിയ സ്ഥാപനങ്ങളും തൊഴിലിടങ്ങളും പുനർജീവിക്കുന്നതും അഭിവൃദ്ധി പ്രാപിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ആസക്തികൾക്കും ദുശീലങ്ങൾക്കും അടിമപ്പെട്ടിട്ടുള്ളവർ അവരുടെ ഹൃദയം സുഖപ്പെടുന്നതും ഈ അടിമത്തത്തിൽ നിന്ന് മോചിതരായി ഇപ്പോൾ മഹത്തായ ലക്ഷ്യത്തോടെ ജീവിതം നയിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. കലഹങ്ങളും വേർപിരിയലും മൂലം തകർന്ന കുടുംബങ്ങൾ ക്ഷമയോടും അനുകമ്പയോടും കൂടെ ഒത്തുചേരുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്.
ഞാൻ നൂറായിരക്കണക്കിന് ആളുകളിൽ എല്ലാത്തരം അത്ഭുതങ്ങളും സാക്ഷാത്കരിക്കപ്പെടുന്നതും കണ്ടിട്ടുണ്ട്. The calmness, the pleasantness which I have faced yesterday night was unspeakable. It was very good. Oh my God, that was fantastic. It is the thing which is going to transform the consciousness. For till now it has been a fabulous experience. I'm taking lots of gifts and I'm going to enjoy with them at my home. It's an amazing process with lot of insights and realizations. Was nothing short of revolutionary. I was able to walk through issues that I didn't even realize that I had with my life. Being a parent, we are the cause of a lot of our children's suffering. So, I had to process that and forgive myself. And it's been the most amazing experience that I've had. I am but a child, but wow, what a ride. ഈ ആളുകളിൽ എങ്ങനെയാണ് ഈ അത്ഭുതങ്ങൾ പ്രത്യക്ഷമായത്? പോസിറ്റീവ് ചിന്താഗതി പോലെ ദുർബലമായ കാര്യത്തോടെ ഇത് സാധ്യമല്ല. ഒരു സാധാരണ ചൈതന്യത്തിൽ നിന്ന് നിങ്ങൾക്ക് വിലയേറിയ ഒന്നും സാക്ഷാത്കരിക്കാൻ കഴിയില്ല. ഈ ആളുകൾ മാനിഫെസ്റ്റ് പ്രോസസ്സിലൂടെ കടന്നുപോയിട്ടുണ്ട്. മാനിഫെസ്റ്റിൽ എന്താണ് സംഭവിക്കുന്നത്? മാനിഫെസ്റ്റ് പ്രോസസ്സിൽ നിങ്ങളുടെ അബോധ മനസ്സിനപ്പുറത്തേക്ക് നിങ്ങൾ നയിക്കപ്പെടുന്നു. ദൈനംദിന ചിന്തകളുടെയും വിവരങ്ങളുടെയും ഇടത്തിലേക്ക്, നിങ്ങളുടെ ഉപബോധ മനസ്സിനപ്പുറത്തേക്ക് നിങ്ങൾ നയിക്കപ്പെടുന്നു. ഉണർന്നിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാത്ത സ്വപ്നങ്ങളുടെയും അനുഭവങ്ങളുടെയും ഇടത്തിലേക്ക്, നിങ്ങളുടെ അബോധാവസ്ഥയുടെ ആഴത്തിലുള്ള പാളികളിലേക്ക് നിങ്ങൾ നയിക്കപ്പെടുന്നു. നിങ്ങളുടെ എല്ലാ വിനാശകരമായ വിശ്വാസങ്ങളും പ്രവണതകളും, മുൻ ജീവിതത്തിൽ നിന്ന് ഒഴുകുന്ന പ്രശ്നങ്ങളും, കുട്ടിക്കാലത്തെ ഓർമ്മകളും, നിങ്ങളുടെ ആഴത്തിലുള്ള വൈകാരിക മുറിവുകളും എല്ലാം സൂക്ഷിക്കപ്പെടുന്ന ഒരിടം. മാനിഫെസ്റ്റ് ഒരു മികച്ച ശുദ്ധീകരണ പ്രക്രിയയാണ്. അവിടെ നിങ്ങൾ സ്വയമേവ നിങ്ങളുടെ അബോധാവസ്ഥയെ പരിവർത്തനപ്പെടുത്തുന്നു. ശുദ്ധീകരണത്തിനു ശേഷം നിങ്ങൾ അബോധ മനസ്സിനപ്പുറമുള്ള വിശ്വചൈതന്യത്തിലേക്ക് നയിക്കപ്പെടുന്നു. നിങ്ങൾ അങ്ങനെ വിശ്വചൈതന്യത്തിൽ മുഴുകുമ്പോൾ അസ്തിത്വത്തിന്റെ പവിത്രവും അത്ഭുതകരവുമായ തലത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു. ഇവിടെ സ്ഥലം, സമയം, ഊർജം, ദ്രവ്യം, ചൈതന്യം എല്ലാം ഒരു യോഗാത്മക തലമായി ഇടകലർന്നൊഴുകുന്നു. ഈ തലത്തിൽ പദാർത്ഥങ്ങൾ ദൃഢമല്ല. നിങ്ങൾ എല്ലാം ഊർജ മാതൃകകളായി കാണുന്നു. ഇവിടെ പദാർത്ഥങ്ങളുടെ ആകൃതി മാറുന്നു. അസ്തിത്വത്തിന്റെ ഈ തലം സാധ്യതകളുടെ ഒരു മേഖലയാണ്. പ്രോസസ്സിന്റെ യോഗാത്മക തലത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ നയിക്കുമ്പോൾ ഈ അത്ഭുതങ്ങൾ നിങ്ങളുടെ ചൈതന്യത്തിലെ സാധ്യതകളുടെ പരിധികൾക്ക് മുകളിലേക്ക് ഉയർന്ന് യാഥാർത്ഥ്യങ്ങളായി സാക്ഷാത്കരിക്കപ്പെടുന്നു. ചിലർ മാനിഫെസ്റ്റ് ഒരു ആത്മീയ കലയായി കാണുന്നു. മറ്റു ചിലർ ഇതിനെ ഒരു യോഗാത്മക ശാസ്ത്രമായി കാണുന്നു. ഞാൻ ഇതിനെ ഒരു യോഗാത്മക ലീലയായി കരുതുന്നു. വരൂ, ജീവിതത്തോടൊപ്പം കളിയാടൂ. പങ്കെടുക്കൂ. സാധ്യതകളുടെ ലോകത്തിൽ നിന്ന് യാഥാർത്ഥ്യങ്ങളുടെ ലോകത്തേക്കുള്ള അദ്ഭുത സാക്ഷാത്കാരങ്ങളിലേക്ക്. സെപ്റ്റംബർ 13 ഞായറാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 വരെ. കൂടുതൽ വിവരങ്ങൾക്ക് ടോൾ ഫ്രീ നമ്പറായ 83 67 79 70 92 ഒരു മിസ് കോൾ നൽകുക. അല്ലെങ്കിൽ 91 73 06 04 17 69 എന്ന നമ്പറിലേക്ക് നേരിട്ട് വിളിക്കുക.